Dear students, നീറ്റ് എൻട്രൻസ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ വേവ്സ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ചാപ്റ്റർ കഴിഞ്ഞ 33 ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അറൗണ്ട് 82 ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കുക. അപ്പോൾ റഫ്ലി നമുക്ക് ഒരു ആവറേജ് എടുത്താൽ മിനിമം 2 to 3 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനെ ടോപ്പിക് വൈസ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴും അറൗണ്ട് 82-ൽ 36 ക്വസ്റ്റ്യനോളം ചോദിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട നമ്മുടെ മെക്കാനിക്കൽ വേവ്സിൻ്റെ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ്, ജനറൽ റിലേഷൻ ബേസ് ചെയ്തിട്ടാണ്. ബാക്കി റെസ്റ്റ് നമുക്ക് ഈക്വലായിട്ട് നമ്മുടെ സ്ട്രിങ്ങും ഓർഗൻ പൈപ്പും നമ്മളുടെ ബീറ്റ്സും ഡോപ്ലർ എഫക്റ്റുമായിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ അറ്റ് ഫസ്റ്റ് നമ്മുടെ ആദ്യത്തെ സെക്ഷനിലെ ക്വസ്റ്റ്യനുകളിലേക്ക് കടക്കാം. നമ്പർ 1, എ വേവ് ട്രാവലിംഗ് ഇൻ ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ഹാവിംഗ് എ ഡിസ്പ്ലേസ്മെൻറ്റ് എലോങ് വൈ ഡയറക്ഷൻ ആസ് 1 meter, വേവ് ലെങ്ത് 2π meter, ഫ്രീക്വൻസി 1/5 Hz ഈസ് റെപ്രസെൻറ്റഡ് ബൈ. അപ്പോൾ നമ്മൾ സാധാരണ രൂപത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അത് മൂവ് ചെയ്യുന്നത് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണെങ്കിൽ സ്വാഭാവികപരമായിട്ട്, ഇവിടെ പറയുന്നത് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ എന്നാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് നെഗറ്റീവ് ആയിരിക്കണമെന്നുള്ളത്, എക്സിനോട് ചേർന്ന് വരുന്നത് നെഗറ്റീവ് ആയിരിക്കണമെന്നുള്ള കാര്യം ഓർക്കുക. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് ഒരു ജനറലൈസ് ചെയ്താൽ y is equal to a sin kx മൈനസ് ഒമേഗ ടി. ഇതാണ് അതിൻ്റെ ജനറൽ ഫോർമുല എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ നടത്തി കഴിഞ്ഞാൽ ഇവൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്, അപ്പോൾ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിട്ട് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കെയുടെ വാല്യൂ ആണ്. അപ്പോൾ കെ എന്ന് പറയുന്നത് നമുക്കറിയാം, ദ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് 2π/λ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികപരമായിട്ടും ദാറ്റ് ലാംഡ എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്നത് 2π ആയതുകൊണ്ട് തന്നെ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിട്ട് മാറുന്നു. പിന്നെ നമുക്ക് വേണ്ടത് ദാറ്റ് ഒമേഗയാണ്. അപ്പോൾ ഒമേഗ എന്ന് പറയുന്നത് 2π ഇൻറ്റു ഫ്രീക്വൻസിയാണ്. സോ ഹിയർ ദ ഫ്രീക്വൻസി നമുക്ക് തന്നിരിക്കുന്നത് 1π ആണ്. അപ്പോൾ ഒമേഗയുടെ വാല്യൂ 2 ആയിട്ട് നമുക്ക് എടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദ ആൻസർ ആസ് y is equal to a എന്ന് പറയുന്നത് 1 ആണ്, ഇൻറ്റു സൈൻ ഓഫ് 1 into x, so x minus 2 into t, so that is the concept. So y is equal to a equivalent 1 into sine into x minus 2t, so we get d as the choice. So we can move into the question number 2. Two waves are represented by the equations. It is given y1 എന്ന് പറയുന്നത് a sin omega t plus kx plus 0.57 that much meter, and y2 that is given as a cos omega t plus kx meter, where x is in meter and time in second, the phase difference between them. അപ്പോൾ ഫേസ് എന്ന് പറയുമ്പോൾ ഇതാണ് ആദ്യത്തേതിൻ്റെ ഫേസ്, രണ്ടാമത്തേൻ്റെ ഫേസ്. പക്ഷേ ആർഗ്യുമെൻ്റ് ഇത് സൈൻ ഫങ്ഷനാണ്, ഇത് കോസ് ആണ് അല്ലേ. നമുക്ക് ആ കോസിനെ സൈൻ എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമുക്ക് മാറ്റാൻ ശ്രമിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എഴുതാം 90+θ ആയിട്ടല്ലേ. സോ ദാറ്റ് ഈസ് ഇറ്റ് ബിക്കംസ് ഒമേഗ ടി പ്ലസ് കെ എക്സ് പ്ലസ് π/2. യെസ്. അപ്പോൾ ഇവിടെ സൈൻ ഇതിൻ്റെ ഫേസ് എന്ന് പറയുന്നത് ഈ തരത്തിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദം എന്ന് പറയുന്നത് 5/2 - 5/1 ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈക്വലായിട്ടുള്ളതിനെ നമ്മൾ കട്ട് ചെയ്താൽ π/2 റേഡിയൻ മൈനസ് 0.57. π/2 എന്ന് പറയുമ്പോൾ 3.14/2 അല്ലേ. സോ 1.57 മൈനസ് 0.57. So we get the answer as 1 radian. That means A as the choice. So that is the concept we have to follow. So we can move into the question number 3. Sound waves travel at 350 meter per second through a warm air at
through 3500 meter per second through brass. The wavelength of a 700 hertz acoustic wave as it enters brass from warm air. So വേവ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ എങ്ങനെയാണ് നമുക്കൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു വേവിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു എലിമെൻ്റാണ് അവൻ്റെ ഫ്രീക്വൻസി. പക്ഷേ വേവ് ലെങ്തും സ്പീഡും ഉറപ്പായിട്ട് നമുക്കറിയാം അത് മീഡിയത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുമെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ രണ്ട് കേസസ് ആയിട്ട് നമ്മൾ എഴുതിയാൽ അവൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് V1/λ1 ഷുഡ് ഈക്വൽ ടു V2 ഡിവിഷൻ ബൈ λ2. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് λ2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ദാറ്റ് ഈസ് വി ക്യാൻ റൈറ്റ് ടു ബി λ2 ഈസ് ഈക്വൽ ടു λ1 ഇൻറ്റു ദാറ്റ് ഈസ് V2 ബൈ V1. അപ്പോൾ ഇവിടെ λ1 എന്ന് പറയുന്നത് ഫ്രം വാം എയർ. അപ്പോൾ അവൻ്റെ ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ λ1 നമുക്ക് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ അത് എയർ എന്നുള്ള കൺസെപ്റ്റിലാണ്. അപ്പോൾ അവൻ്റെ വെലോസിറ്റി 350 ആണ് അല്ലേ. അപ്പോൾ സ്വാഭാവികപരമായിട്ട് λ1 എന്ന് പറയുമ്പോൾ അവൻ്റെ സ്പീഡ് ബൈ ഫ്രീക്വൻസി അല്ലേ 350 ഡിവിഷൻ ബൈ 700 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5 മീറ്റർ. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5 ഇൻറ്റു V2 ദാറ്റ് ഈസ് ഗിവൺ ആസ് 3500 division by 350. So 350 cancel. So 10 into 0.5. So we get the answer as 5. So that is a very important concept. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന 0.5-ൽ നിന്ന് അത് 5 ആയിട്ട് മാറിയിരിക്കുകയാണ് അല്ലേ. സോ ദാറ്റ് മീൻസ് അത് 10 ടൈംസ് ആയിട്ട് അത് ഇപ്പോൾ നമ്മൾ സാധാരണ രൂപത്തിൽ സ്പീഡ് കൂടുന്ന സമയമാകുമ്പോൾ ഉറപ്പായിട്ടും അവൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് സ്പീഡ് കൂടുന്ന മാതിരി തന്നെ അവൻ്റെ വേവ് ലെങ്തും നമ്മുടെ വേവ് ലെങ്തും കൂടണം. സോ ഇറ്റ് ഈസ് ഇൻക്രീസസ് ബൈ എ ഫാക്ടർ ഓഫ് C. സോ ദാറ്റ് ഈസ് എ സ്പെഷ്യാലിറ്റി. ഇൻ ഓർഡർ ടു ഫ്രീക്വൻസി ഈസ് എ കോൺസ്റ്റൻറ്റ്. വെലോസിറ്റി കൂടുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേവ് ലെങ്ത് കൂടണം. സോ വി ഗെറ്റ് ദ ആൻസർ ആസ് C choice. So we can move with the next one. Number 4. A transverse wave is represented by A sin omega t minus ks. For what value of wavelength is, the wave velocity is equal to the maximum particle velocity. അപ്പോൾ നമ്മൾ ഒരു ജനറലൈസ് ചെയ്തിട്ടുള്ള റിലേഷൻ നമുക്കിവിടെ തന്നിട്ടുണ്ട്. A sin omega t minus kx. അവിടെ ദാറ്റ് ഫേസ് വെലോസിറ്റി അല്ലെങ്കിൽ വേവ് വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന റിലേഷനാണ് ω/t. പാർട്ടിക്കിൾ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഓർമ്മയിരിക്കേണ്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ പാർട്ടിക്കിൾ എല്ലാം സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയതുകൊണ്ട് ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റു അതിൻ്റെ ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ പറയുന്നത് വേവ് വെലോസിറ്റി ദാറ്റ് ഈസ് ω/k എന്ന് പറയുന്നത് മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റിയുമായിട്ട് ഈക്വൽ ആകുന്ന വേവ് ലെങ്ത് എന്താണ്. അപ്പോൾ നമുക്ക് ω നമുക്ക് ക്യാൻസൽ ചെയ്താൽ നമുക്കറിയാം k എന്ന് പറയുന്നത് 2π/λ ആണ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു A. അങ്ങനെയാണെങ്കിൽ λ എന്ന് പറയുന്നത് 2πA ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ദാറ്റ് മീൻസ് C as the choice. We can move with the question number 5. Here, a wave in a string has an amplitude of 2 centimeter. So 2 centimeter. So 2 into 10 to the power of minus 2 meter. The wave travels in the positive direction of x-axis. So x-axisുമായിട്ടുള്ള ലിങ്ക് ചെയ്ത് വരുന്നത് എപ്പോഴും നെഗറ്റീവ് സൈൻ ആണെന്നുള്ള കാര്യം ഓർക്കുക. With a speed of 128 meter per second. So that wave speed that is given as 128 meter per second. And it is noted that 5 complete waves fit in. 5 complete waves, 5 lambda that fit in 4 meter length. Then the equation of describing the wave is. അപ്പോൾ ലാംഡയുടെ വാല്യൂ നമുക്ക് അവിടെ നിന്ന് കിട്ടാം അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 4/5 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ അതോടൊപ്പം തന്നെ വെലോസിറ്റി നമുക്കിവിടെ തന്നിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും. അങ്ങനെയാണെങ്കിൽ സി ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഒരു ജനറൽ റിലേഷൻ എന്ന് പറയുമ്പോൾ y = a sin kx - ഒമേഗ ടി. അപ്പോൾ ആദ്യം നമുക്ക് k നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ k എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 2π/λ ആണ് അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2π/λ എന്താണ് 4, ദാറ്റ് ഡിവിഷൻ ബൈ 5. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സേ യെസ്. സോ നമ്മളത് സോൾവ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ വാല്യൂ 7.85x. അതേപോലെ നമുക്കിനി വേണ്ടത് ഒമേഗയാണ് അല്ലേ. സോ ഒമേഗ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2π ഇൻറ്റു ദാറ്റ് ഫ്രീക്വൻസി, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി നമുക്ക് കണ്ടുപിടിക്കണം. സോ 2π ഇൻറ്റു എഫ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇവിടെ തന്ന ഡേറ്റാസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ദാറ്റ് സ്പീഡ് ഡിവിഷൻ ബൈ ലാംഡയാണ് അല്ലേ. അപ്പോൾ സ്വാഭാവികപരമായിട്ടും 128 ഡിവിഷൻ ബൈ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 4/5 ആണ്. സോ ദാറ്റ് ഈസ് വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആസ് 128 ഇൻറ്റു 5 ഡിവിഷൻ ബൈ 4 ആയിട്ട് നമ്മൾ എടുത്താൽ അത് റഫ്ലി വി ഗെറ്റ് ആസ് 1004.8. സോ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ it is given as a 0.02, then sin k ക്ക് പകരം 7.85x minus omega 1004, so that is given as a 1005, that must into t. So from that we can say C is the answer. അപ്പോൾ അവിടെ ഡയറക്ഷൻ എടുക്കുമ്പോൾ ഓർമ്മ വരണമേ, മൈനസ് സൈൻ വരുമ്പോഴാണ് അത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുക എന്നർത്ഥം. We can move with the question number 6. ഹിയർ എഗൈൻ നമുക്കൊരു ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ അത് ബേസ് ചെയ്തിട്ടാണ് ചോദിച്ചത് എന്നുള്ളത് ഓർത്തിരിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ ഇറ്റ് ഈസ് ഗിവൺ ആസ് y = 0.25 sin 10πx minus 2π into t, where x and y are in meters and t in seconds. A wave traveling along, അപ്പോൾ നമുക്ക് ചില കേസസിൽ ഇപ്പോൾ മൈനസ് സൈൻ വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പായിട്ടും അതറിയാം പോസിറ്റീവ് എക്സ് ഡയറക്ഷനാണ്. അതാണ് ആദ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. രണ്ടാമത് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് ഇവിടെ വേവ് ലെങ്ത് വേണം, ഫ്രീക്വൻസി വേണം. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കണമെങ്കിൽ ഒമേഗയുടെ വാല്യൂ എന്താണെന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ ഒമേഗയുടെ വാല്യൂ ഇവിടെ 2π ആണെന്ന് പറഞ്ഞു. ഒമേഗ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് 2πf എന്ന് പറയുന്നതാണ് 2π എന്ന് നമ്മൾ പറയാം. അപ്പോൾ 2π ക്യാൻസൽ ആയി കഴിഞ്ഞാൽ എഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ഹെർട്സ് ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ രണ്ടാമത്തെ കൺസെപ്റ്റ് നമുക്ക് കിട്ടി. പിന്നെ വേണ്ടത് നമുക്ക് വേവ് ലെങ്താണ് അല്ലേ. അപ്പോൾ വേവ് ലെങ്തിന് പകരമായിട്ട് നമുക്ക് പ്രൊപ്പഗേഷൻ വെക്ടറാണ് അല്ലേ, ദാറ്റ് ഈസ് 2π/λ. ആ വാല്യൂ ആണ് നമുക്ക് 10π ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പൈയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ലാംഡയുടെ വാല്യൂ എന്ന് പറയുന്നത് സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2/10, that is equal to 0.2 meter. So that is we get lambda 0.2 ആയിരിക്കണം, ഫ്രീക്വൻസി 1 ആണ്, പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആണ്. സോ അങ്ങനെ വരുമ്പോൾ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ വരുന്ന രണ്ട് ചോയ്സസേ ഉള്ളൂ. സോ വി ക്യാൻ ടേക്ക് ദ സി എസ് ദി ആൻസർ ഫോർ ദ 6th question. We can move with the question number 7. Which one of the following statement is true? The first statement പറയുന്നത് the sound waves in air are longitudinal while light waves are transverse. Longitudinal എന്ന് പറയുമ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് വൈബ്രേഷൻസ് ഓഫ് ദ പാർട്ടിക്കിൾ വേവിൻ്റെ മോഷന് സെയിം ആയിരിക്കും എന്ന് പറയുന്നു. ട്രാൻസ്വേഴ്സ് എന്ന് പറയുമ്പോൾ പെർപെൻഡിക്കുലർ ആയിരിക്കും. ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ആക്ച്വലി. ഹിയർ ബോത്ത് ലൈറ്റ് ആൻഡ് സൗണ്ട് വേവ്സ് ഇൻ എയർ ആർ ലോഞ്ചിറ്റ്യൂഡിനൽ. അല്ല, ലൈറ്റ് ട്രാൻസ്വേഴ്സ് ആണ്, ഇലക്ട്രിക് വൈബ്രേഷനും മാഗ്നറ്റിക് വൈബ്രേഷനും പ്രൊപ്പഗേഷനും പെർപെൻഡിക്കുലറാണ്. ബോത്ത് ലൈറ്റ് ആൻഡ് സൗണ്ട് വേവ്സ് ക്യാൻ ട്രാവൽ ഇൻ വാക്വം. സൗണ്ട് വേവ്സ് വാക്വത്തിലൂടെ മൂവ് ചെയ്യാൻ പറ്റില്ല, അത് എപ്പോഴും മെക്കാനിക്കൽ വേവ്സ് ആയതുകൊണ്ട് തന്നെ അവിടെ ഡെൻസിറ്റിയും ഇലാസ്റ്റിസിറ്റിയുമുള്ള മീഡിയം നെസസറിയാണ്. ബോത്ത് ലൈറ്റ് ആൻഡ് സൗണ്ട് വേവ്സ് ഇൻ എയർ ആർ ട്രാൻസ്വേഴ്സ്. അവിടെ സൗണ്ട് വേവ്സ് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ ആണെന്നുള്ള കാര്യം ഓർക്കുക. സോ എ ആസ് ദി ആൻസർ. We can move with the question number 8. A transverse wave propagating along the x-axis is represented
where x is in meter and t is in seconds, the speed of the wave. അപ്പോൾ നമ്മളൊരു സാധാരണ രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ചെറിയൊരു ഷോർട്ട് കട്ടാണ്, ദാറ്റ് ഈസ് ഒമേഗ ബൈ കെ. കാരണം ഒമേഗ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് 2πf ആണെന്ന് നമുക്കറിയാം. കെ എന്ന് പറയുന്നത് 2π ബൈ ലാംഡ ആയിട്ട് എഴുതാം. 2π ക്യാൻസൽ ആയാൽ വി ഗെറ്റ് എഫ് ഇൻറ്റു ലാംഡ. എഫ് ഇൻറ്റു ലാംഡ ഈസ് നത്തിങ് ബട്ട് വാട്ട്, ദ സ്പീഡ് ഓഫ് ദ വേവ് എന്ന് നമുക്ക് പറയാം. സോ ഒമേഗ എന്ന് പറയുന്നത് ഇവിടെ ഒമേഗ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു 4π ആണ്. കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.5x ആണ്, എന്ന് പറയുമ്പോൾ പൈ ബൈ 2 ആണ്. സോ പൈ നമുക്ക് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കിട്ടി. സോ വി ടേക്ക് ദ വാല്യൂ that is equal to 8 meter per second. So we get C as the choice. We can move with the question number 9. The time of reverberation. അപ്പോൾ ആ ഒരു വേർഡ് മീനിങ് ഒന്ന് ഓർമ്മയിരിക്കട്ടെ. സാധാരണ റിവർബറേഷൻ എന്ന് പറയുന്നത് ദ പെർസിസ്റ്റൻസ് ഓഫ് സൗണ്ട് ആണ്. എന്ന് വെച്ചാൽ നമ്മളൊരു സൗണ്ട് ഒരു സോഴ്സിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തുമാത്രം സമയം ആ ഹാളിൽ അല്ലെങ്കിൽ ആ റൂമിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനാണ് ടൈം ഓഫ് റിവർബറേഷൻ എന്ന് നമ്മൾ പറയാം. അതിനുവേണ്ടി എക്സിസ്റ്റഡ് ആയിട്ടുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഫോർമുലയാണ് സാബിൻ ഫോർമുല. സോ ആ ഫോർമുല പറയുന്നത് ദാറ്റ് ടൈം ഓഫ് റിവർബറേഷൻ എന്ന് പറയുന്നത് 0.16 വി ഡിവിഷൻ ബൈ സിഗ്മ എ ഇൻറ്റു എസ്. അവിടെ വി എന്ന് പറയുന്നത് വോളിയം ഓഫ് ദ ഹോൾ എന്ന് പറയാണ്. അത് ഇൻ മീറ്റർ ക്യൂബിലാണ് നമ്മൾ സാധാരണ എക്സ്പ്രസ് ചെയ്യാറുള്ളത്. ഇവിടെ സിഗ്മ എസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് A1S1 പ്ലസ് A2S2 പ്ലസ് എക്സെട്ര എന്നാണ് ഉദ്ദേശിക്കുക. എന്ന് പറഞ്ഞാൽ ഇത് ഒരു ടോട്ടൽ അബ്സോർപ്ഷൻ ഓഫ് ദ ഹോൾ എന്നാണ് ഉദ്ദേശിക്കുക. എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വലായിട്ട് ഈ S1 S2 എന്ന് പറയുന്നത് അവിടുത്തെ ഏരിയ ക്രോസ് സെക്ഷനാണ്. ഇവിടെ എ എന്ന് പറയുന്നത് ഈസ് റെസ്പെക്റ്റീവ് അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഇൻസൈഡ് ദ ഹോൾ എന്നുള്ള മീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് സി ദ സെക്കൻഡ് സെൻറ്റൻസ്, വാട്ട് വിൽ ബി ദ ടൈം ഓഫ് ദ റിവർബറേഷൻ ഓഫ് എ റൂം ഹാവിങ് ഓൾ ദ ഡയമെൻഷൻസ് ഡബിൾ ഓഫ് ദോസ് ഓഫ് റൂം എ. എയിലുണ്ടായിരുന്ന ഡയമെൻഷനേക്കാളും ഡബിൾ ആകുകയാണ്. അപ്പോൾ ഇവിടെ ഡയമെൻഷൻ തീരുമാനിക്കുന്നത് വോളിയം അവൻ്റെ ഏരിയ ആണ് അല്ലേ. എന്ന് പറയുമ്പോൾ നമുക്ക് ദാറ്റ് ടി പ്രൊപ്പോർഷണൽ ടു വി ബൈ എസ് എന്നാണ് പറയുന്നത്. അപ്പം വി എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് എൽ ക്യൂബായിട്ട് എടുക്കാം. ഏരിയ പറയുമ്പോൾ എൽ സ്ക്വയർ ആയിട്ട് നമുക്ക് പറയാം. എന്ന് പറയുമ്പോൾ ടൈം എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു എൽ ഡയമെൻഷൻ എന്ന് മാത്രമായിട്ട് പറയാം. അപ്പോൾ അത് ഡബിൾ ആകുമ്പോൾ ടൈം ഓഫ് റിവർബറേഷനും എന്തായിട്ട് മാറുകയാണ്, ഡബിളായിട്ട് മാറുകയാണ്. സോ വി ക്യാൻ ടേക്ക് ഡി എസ് ദി concept, D as the answer. So we can move with the question number 10. A point source emits a sound equally in all directions in a non-absorbing medium. 2 points P and Q are at distances 2 meter and 3 meter respectively from the source. The ratio of the intensities of the waves at P and Q is. So അവിടെ നമ്മുടെ മനസ്സിലേക്ക് വളരെ പ്രധാനമായിട്ട് വരേണ്ട ഒരു കാര്യം ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ദ എനർജി ട്രാൻസ്ഫറിങ് പെർ യൂണിറ്റ് ടൈം പെർ യൂണിറ്റ് ഏരിയ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. അങ്ങനെ വരുമ്പോൾ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 1/, ഏരിയയ്ക്ക് ഇൻവേഴ്സ്ലി ആണ്. സോ അത് ആർ സ്ക്വയറിന് ഇൻവേഴ്സ്ലി ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ട് സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? IP/IQ എന്ന് പറയുന്നത് RQ/RP ദാറ്റ് മച്ച് സ്ക്വയർ ആയിട്ട് മാറുകയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു RQ/RP. RQ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്, 3 സ്ക്വയർ ആയിട്ട് മാറുന്നു. ദെൻ RP എന്ന് പറയുന്നത് 2 ആണ്, 2 സ്ക്വയർ ആയിട്ട് മാറുന്നു. സോ 9/4 ആൻഡ് വി ക്യാൻ ടേക്ക് ദ വാല്യൂ ആസ് C as the answer. So we can move with the question number 11. The phase difference between two waves. യെസ്, അപ്പോൾ അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ സൈൻ ഫങ്ഷനാണ് ഇവിടെ. അപ്പോൾ ഇവിടെ കോസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ കോസിനെ നമ്മൾ സൈനാക്കി മാറ്റണം. സോ വൈ ടു ടേക്ക് ദ വാല്യൂ 10⁻⁻6 സൈൻ ഓഫ് ദാറ്റ് 100t പ്ലസ് 100t/x/50 പ്ലസ് π/2. അപ്പോൾ നമുക്ക് അവ തമ്മിലുള്ള ഫേസ്, അപ്പോൾ നമുക്ക് 5 2 - 5 1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
ഇപ്പോൾ രണ്ടിലും ഈക്വലായിട്ടുള്ള ടേമുകൾ രണ്ട് ക്യാൻസലായിപ്പോയി. അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവ തമ്മിലാണ്. ദാറ്റ് മീൻസ് π/2 മൈനസ് 0.5 എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 3.14/2, ദാറ്റ് ഈസ് 1.57 മൈനസ് 0.5 ആണ്. So that is equal to 1.07. So that is the speciality. So we get that B as the choice. So we can move with the question number 12. The equation for a transverse wave traveling along the positive x-axis. അപ്പോൾ നമ്മുടെ ആർഗ്യുമെൻറ്റിൽ എക്സിനോട് ചേർന്നിരിക്കുന്നത് മൈനസ് സൈൻ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ നമുക്ക് എയും സിയും ഏതെങ്കിലും ആൻസറായിട്ട് മാറാം. ആംപ്ലിറ്റ്യൂഡ് 0.2 ആണ്, വെലോസിറ്റി 360 ആണ്, വേവ് ലെന്ത് 60 മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികപരമായിട്ട് നമുക്ക് ഇവിടെ 2π കോമൺ ആയിട്ട് എടുത്തിട്ടുണ്ട്, ഇവിടെ π കോമൺ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ലാംഡ എന്ന് പറയുന്നത് വരുമ്പോൾ കെ ആണ് നമുക്ക് വരേണ്ടത്. അത് 2π/λ ആണ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2π/60 ആയിട്ട് വരിക. അപ്പോൾ ഒമേഗ വരുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് 2π × f ആണ് അല്ലേ. സോ നമുക്കവിടെ എഫ് എന്ന് പറയുന്നത് തന്നിട്ടില്ല. അതിന് പകരം നമുക്ക് സ്പീഡ് ബൈ ലാംഡയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ 360/60. അപ്പോൾ ആ ഒരു 60 നമുക്ക് 6 ക്യാൻസൽ ചെയ്താൽ 6 എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വന്നു. ഇത് കെ 2π/60 ഒമേഗ. അപ്പോൾ നമ്മൾ സാധാരണ രൂപത്തിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം അത് എ സൈൻ ഓഫ് കെ എക്സ് മൈനസ് ഒമേഗ ടി ആണ്. അപ്പോൾ അതേപോലെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ യെസ് 0.2 ഇൻറ്റു സൈൻ ഓഫ് ദറ്റ് ഹിയർ ഒമേഗ ടി മൈനസ് കെ എക്സ് ഫോർമാറ്റാണ്. ഓക്കെ, ഒമേഗ ടി മൈനസ് കെ എക്സ്. അപ്പോൾ ഒമേഗ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് നമുക്ക് കണ്ടിട്ട് 2π × 6 മൈനസ് കെ എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത് 2π/60 എന്നാണ്. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് നമുക്ക് എത്ര എടുക്കാൻ പറ്റും? അപ്പോൾ ഫസ്റ്റ് ചോയ്സിൽ 2π എടുത്തു കഴിഞ്ഞാൽ 6 യെസ് 2π കോമൺ ആയിട്ട് എടുത്താൽ ഇറ്റ് ബിക്കം 6 മൈനസ് that is omega t ആണ്. ഓക്കെ, മൈനസ് കെ ഇൻറ്റു എക്സ് ആണ്. സോ 2π എടുത്താൽ x/60. ഗുഡ്. സോ നമുക്ക് ഫസ്റ്റ് ചോയ്സ് ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. We can move with the question number 13. The velocity of the wave. അപ്പോൾ വെലോസിറ്റി നമുക്ക് സിമ്പിളായിട്ട് v എന്ന് പറയുന്നത് ω/k ആയിട്ട് എഴുതിയാൽ മതി. അപ്പോൾ ഒമേഗ എന്ന് പറയുന്നത് ഇവിടെ 100 ആണ്, കെ എത്രയാണ് 1/10 ആണ് എന്ന് പറയുമ്പോൾ ആൻസർ എത്ര കിട്ടി 1000 m/s ആണ്. ഡി എസ് ദി ചോയ്സ്. We can move with the question number 14. A transverse wave is represented by the equation. For what value of lambda is the maximum particle velocity is equal to 2 times the wave velocity. മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി എന്ന് പറയുമ്പോൾ എ ഒമേഗയാണ്. അത് എന്തിന് ഈക്വൽ ആകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് 2 times of the wave velocity. വേവ് വെലോസിറ്റി നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ω/k ആണ്. അപ്പോൾ ഇവിടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിട്ട് തന്നിരിക്കുന്നത് y0 എന്ന് പറയുന്നത് 2 ഇൻറ്റു കെ നമുക്കറിയാം അത് 2π/λ ആണ്. അങ്ങനെയാണെങ്കിൽ ലാംഡ നമുക്ക് എങ്ങനെ എഴുതാം? ദ 2 to 2 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ π ഇൻറ്റു y0 ആണ്. സോ ഫോർ 14 we get the answer as a D choice. Then we can move with the question number 15. A standing wave having 3 nodes and 2 antinodes is formed between 2 atoms having a distance of 1.2 angstrom between them. അപ്പോൾ ഒരു എൽ ലെങ്ത് ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുക. അവിടെ 3 നോഡും അതോടൊപ്പം 2 ആൻറ്റിനോഡ്. അപ്പോൾ ഉറപ്പായിട്ടും 2 സെഗ്മെൻറ്റ്സ് കൊണ്ടുള്ള സ്റ്റാർട്ടിംഗ് വേവ് പാറ്റേൺ ആയിരിക്കും അവിടെ ഉണ്ടാകുക. അപ്പോൾ നമുക്ക് നോഡ് നമ്പർ 1, നോഡ് നമ്പർ 2, നോഡ് നമ്പർ 3 ആൻഡ് ആൻറ്റിനോഡ് നമ്പർ 1, ആൻറ്റിനോഡ് നമ്പർ 2. സോ ക്ലിയർ ആയി കഴിഞ്ഞു. അപ്പോൾ അവയുടെ ടോട്ടൽ ലെങ്ത് ആണ് നമുക്ക് 1.21 ആംസ്ട്രോങ് എന്ന് നമുക്ക് തന്നിരിക്കുകയാണ്. വേവ് ലെന്ത് എന്താണ് നമുക്കറിയാം. ഈ ഒരു ലെങ്ത് എന്ന് പറയുമ്പോൾ വേവ് നമ്മുടെ ഈ 2 ഇത് മുതൽ ഇതുവരെയുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് പ്യുവർലി അത് വേവ് ലെന്ത് തന്നെയാണ് നമുക്കറിയാം. സോ വേവ് ലെന്ത് എന്ന് പറയുന്നത് 1.21 ആംസ്ട്രോങ് ആയിട്ട് നമുക്ക് പറയാം. സോ വി ഗെറ്റ് ദ എ ആസ് ദി ചോയ്സ് ഫോർ ദ പ്രോബ്ലം. സോ വി ക്യാൻ move with the last question of the section.
In a sinusoidal wave, the time required for a particular point to move from maximum displacement to zero displacement is 0.170 second. The frequency of the wave is. അപ്പോൾ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ടു സീറോ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് 0.17 ആണെങ്കിൽ, അപ്പോൾ നമുക്ക് ഒരു കാര്യം എന്ന് പറയുന്നത് സി നമ്മൾ സാധാരണ ജനറലൈസ് ചെയ്യുന്ന റിലേഷൻ y is equal to a sin omega t. അപ്പോൾ അത് ട്രാവൽ ചെയ്തത് മാക്സിമം. അപ്പം നേരെ തിരിച്ച് നമ്മൾ കൺസിഡർ ചെയ്താൽ 0 to a വരെ എടുക്കുന്ന സമയം എന്ന് പറയുന്നത്, അപ്പോൾ നമുക്ക് a ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, സോ സൈൻ ഒമേഗ ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിട്ട് മാറുകയാണ്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ദേ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒമേഗ ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് ആംഗിൾ നമുക്കറിയാം π/2 ആയിട്ട് മാറുകയാണ് അല്ലേ, sin 91 ആയിട്ട് നമുക്ക് എടുക്കാം. ഒമേഗ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2πf × t എന്ന് പറയുന്നതാണ് നമ്മളുടെ വാല്യൂ ആസ് π/2. അപ്പോൾ അവിടെ നമുക്ക് π ക്യാൻസലായി മാറി. അങ്ങനെയാണെങ്കിൽ f × t എന്ന് പറയുന്നത് 1/4 ആയിട്ട് മാറി. സോ എഫ് എന്ന് പറയുന്നത് 1/4 × t ആയിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അവിടെയുള്ള സമയം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, ദാറ്റ് ഈസ് 0.17 സെക്കൻഡ് ആണ്. സോ നമ്മളത് സോൾവ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ ആൻസർ as 1.47 ഹെർട്സ്. സോ വി ക്യാൻ ടേക്ക് എ ആസ് ദി ആൻസർ. അപ്പോൾ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ടോട്ടലായിട്ട് 82 ക്വസ്റ്റ്യനാണ് ഈ ഒരു വേവ്സ് ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 5 sections. So we can wait for the next one. Take care. God bless you.